ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്നൊരു ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ ബീഫ്, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചതച്ചിട്ട് നമ്മൾ നന്നായി പരട്ടി കൊടുക്കുക. പിന്നെ ഉപ്പ് ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, കുരുമുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഇടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പരട്ടി കൊടുക്കണം. അതിനകത്തേക്ക് ചെറിയുള്ളിയാണ് നമ്മൾ ഇതിലിടുന്നത്. കുറച്ച് ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്ക് ബീഫ് പ്രഷർ കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ ബീഫ് വേവുന്ന നേരം കൊണ്ട് നമ്മളൊരു പാനിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് അതിനകത്തേക്ക് കുഞ്ഞായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നീളനെ അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് സവാള നീളത്തിലരിഞ്ഞത് എടുത്ത് കൊടുത്തിട്ട് സമയം എടുത്ത് നമ്മൾ വഴറ്റിയെടുക്കണം. അതിന് നല്ല ക്ഷമ വേണം. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്തായാലും ബീഫിലിട്ടുണ്ട്, അത് നോക്കണം കേട്ടോ. സവാള അത് ഈ നേരമാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീണ്ടും പൊടിച്ച് വെച്ച കുരുമുളകും പെരുംജീരകവും ആഡ് ചെയ്യണം. ഈ കുരുമുളകും പെരുംജീരകവും ഒരു ഓൾ ടുഗെദർ ഒരു 3 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരു 3-4 ബാച്ചായിട്ടോ നമ്മളിങ്ങനെ ഇത്തിരി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മുടെ സവാള എല്ലാം വഴണ്ട് ഫ്രൈ ആകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ ഇതിലേക്കിടാണ്. അപ്പോൾ വെള്ളത്തോടു കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് കറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിളച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൈ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ വരട്ടി ക്യാമറയിൽ ഇത് 2 മണിക്കൂർ 2 മിനിറ്റ് തീർന്നെങ്കിലും ഇതൊരു 45 തൊട്ട് 1 മണിക്കൂർ എടുക്കും കേട്ടോ. ഗ്യാസ് അടുപ്പിൽ ഇങ്ങനെ വെന്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മേൽപ്പൊടിയായി കുറച്ച് കുരുമുളകും പെരുംജീരകവും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ പച്ച ഉള്ളിയിലെ കുറച്ച് അതങ്ങനെ ഇടുക. അതും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി. സോ എന്താണേലും എല്ലാവരും ട്രൈ ചെയ്യും.